ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയതും നമുക്കവിടെ കാണുവാൻ കഴിയും. തെയോഫിലോസ് എന്ന മനുഷ്യനെ അഡ്രസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. തുടക്കത്തിൽ തിയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവൻ എന്നാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവൻ. കാരണം തിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവമാണ്. തിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവമെന്നാണ്. THEOS, തിയോസ്, ദൈവമെന്നാണ്. ഫിലിയ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹമെന്നാണ്. ഫിലിയ, PHILIA, ഫിലിയ എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹമെന്നാണ്. അപ്പൊ തിയോഫിലോസ് രണ്ടും കൂടെ ചേർത്ത് വരുന്ന ഈ അവസരത്തിൽ ദൈവം സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും. തിയോഫിലോസ് ആരായിരുന്നു? തിയോഫിലോസ് എന്നതിനൊരു സൂചന നമുക്ക് അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം തുടക്കത്തിൽ ഒന്നുകൂടെ വായിക്കണം. ലൂക്കോസ് 1:1. ശ്രീമാനായ തെയോഫിലോസ്, ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ഭരണത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത്. ഗവർണർമാരെയും മറ്റേ ഉദ്യോഗസ്ഥന്മാരെയും സംബോധന ചെയ്യുന്ന ഒരു രീതി, അഡ്രസ് ചെയ്യുന്ന ഒരു രീതി. നമുക്കറിയാമല്ലോ, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളെ നമ്മളെ ചില വാക്കുകൾ ആദരണ സൂചകമായിട്ട് പറഞ്ഞല്ല തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ശ്രീമതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ചുകൂടെ താണതാണ്. എന്നാൽ ബഹുമാന്യനായ എന്നൊക്കെ പറയുന്ന ഒരു രീതി. അപ്പോൾ റോമൻ ഭരണത്തിലിരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ലൂക്കോസ് 1:1 കാണുന്നത്. ശ്രീമാനായ അങ്ങനല്ലേ, തെയോഫിലോസേ എന്നുള്ളത്. ഇവിടെ ശ്രീമാനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ മാത്രമേ കുറച്ചുകൂടി വ്യക്തമാകത്തുള്ളൂ. മോസ്റ്റ് എക്സലന്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോസ്റ്റ് എക്സലന്റ്. ഈ അംബാസിഡർമാരെയൊക്കെ സംബോധന ചെയ്യുന്ന ഈ അവസരത്തിൽ വ്യത്യസ്തമായിട്ടാണ് യുവർ എക്സലൻസി എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. അപ്പൊ ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന് അപ്പുറത്ത് കുറച്ചുകൂടെ ആഴമായിട്ടുള്ള ബഹുമാന്യ സൂചകമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ശ്രീമാനായ എന്നാണെങ്കിലും ദ മോസ്റ്റ് എക്സലന്റ് എന്നുള്ള വാക്കാണ് അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, റോമൻ ഭരണത്തിലിരിക്കുന്നവർക്ക്, ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് റോമൻ ഭരണത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തികളും ഒരാൾക്കാണ് എഴുതിയിരിക്കുന്നത്. തെയോഫിലോസ് എന്ന വ്യക്തിക്കാണ് എഴുതിയിരിക്കുന്നത്. ചിലർ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയതിന് ശേഷം കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നാണ് അപ്പോസ്തലപ്രവൃത്തി എഴുതിയത്. ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിനും അപ്പോസ്തലപ്രവൃത്തിക്കും ഇടയ്ക്ക് കുറെ സമയം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം തീർന്നെന്നാ പറയുന്നത്, ഒരു ക്രിസ്തു വിശ്വാസിയായി എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അങ്ങനെ വിശ്വാസിയായി എന്നുള്ളതിന്റെ ഒരു തെളിവ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:1 ഒന്നുകൂടെ വായിക്കണം. ഓരോ വാക്കുകളാണ് പ്രധാനം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അല്ലല്ല, വെയിറ്റ് അവിടെ തിയോഫിലോസേ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 1:1 തുടങ്ങി വെയിറ്റ് ചെയ്യും. അപ്പൊ എന്താ വ്യത്യാസം? അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിനും അപ്പോസ്തലപ്രവൃത്തിക്ക് ഇടയ്ക്ക് ഒരു വ്യത്യാസം വന്നു. കാരണം ആദ്യം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആ ഔദ്യോഗിക സ്ഥാനത്തെ ബഹുമാനിച്ച് ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലപ്രവൃത്തി വരുന്ന അവസരത്തിൽ വെറും തെയോഫിലോസ് ആയി. അതിനർത്ഥം എന്താണ്? കുറച്ചുകൂടെ ബന്ധം അടുത്തു. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം
ഇതിനിടയ്ക്ക് ക്രിസ്തു വിശ്വാസിയായി എന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മളൊക്കെ സാധാരണ നിലയിൽ കുറെ അടുത്ത് കഴിയുന്നവരുടെ വിളിക്കുന്ന പേരിന് വ്യത്യാസം വരത്തില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത കുറെ അകലെ നിൽക്കുന്ന അവസരത്തിൽ അവരുടെ സ്ഥാനം മാനവും ഒക്കെ നോക്കിയാണ് നമ്മൾ വിളിക്കാറുള്ളത് അല്ലേ? നമ്മൾ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് TJ സാമുവൽ സാർ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യും നമ്മളെ ഇങ്ങനെ വിളിക്കും. ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് കുറെ അടുത്തായതുകൊണ്ട് സാറേ അല്ലെ ശമൽ സാറേ എന്നങ്ങ് വിളിക്കും. കാരണം എന്താ? ബഹുമാനപ്പെട്ട എന്നുള്ളത് എന്തോ ചെയ്യും, അതിനാവശ്യമില്ല. കാരണം അത്ര അടുത്തായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പോ ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എഴുതുമ്പോൾ ശ്രീമാനായ തെയോഫിലോസ് എന്ന് സംബോധന ചെയ്തെങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ തെയോഫിലോസായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനിടയ്ക്ക് ഇതെല്ലാം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഒരു ക്രിസ്തു വിശ്വാസി ആയി തീർന്നു എന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ വാക്കുകൾ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവരും ഒക്കെ പറയാറുണ്ടെന്ന് പറയുന്നതിന് പകരം ചിലരെന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും അല്ലേ? വചനം പഠിപ്പിക്കുന്ന അവസരത്തിൽ നമുക്കറിയാൻ വയ്യാത്ത കാര്യമായതുകൊണ്ട് എന്താണ് ചിലരെന്ന് പറയുന്നതിന് കുഴപ്പം ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോഴും വചനം പഠിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. കാരണം എന്താ? നമുക്ക് കൃത്യം അറിയാൻ വയ്യാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയപ്പെടുന്നു എന്നോ ഒരു പക്ഷേ ഇങ്ങനെ ആകാമെന്നോ പറഞ്ഞു വേണം എന്ത് ചെയ്യാനേ നമ്മൾ പറയാനേ. അല്ല നമ്മളിങ്ങനെ ആയിരുന്നു അദ്ദേഹം അങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികാരിയുമായിട്ട് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അപ്പോൾ പലരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. എന്തുമാകട്ടെ അദ്ദേഹത്തിനാണ് എഴുതിയിരിക്കുന്നത്, തിയോഫിലോസിനാണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്? ടൈം ഓഫ് റൈറ്റിംഗ് എന്നാണ്. ഏത് സമയത്താണ് എഴുതിയതെന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ 30-31 വാക്യങ്ങൾ വായിച്ച് 30-ാമത്തെ വാക്യം വായിച്ച് തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ കൈക്കൊണ്ട് പൂർണ്ണ പ്രാർത്ഥിച്ചതോടെ വിഘ്നം കൂടാതെ ദിവരാജ്യം പ്രസംഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു അല്ലേ? ഇനി 28-16 വായിച്ച് 28-16 റോമയിലെത്തിയ ശേഷം തനിക്കും കാവലായ പടയാളികളും കൂടെ വേറിട്ട് വാക്കുവാൻ പൗലോസിന് അനുവാദം. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പിന്നീട് വിശദമായിട്ട് ചരിത്രം പഠിക്കും. അപ്പോസ്തലൻ പൗലോസിന്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസം എന്ന് വേണേൽ പറയാം. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കൈസറിനെ അഭയം ചൊല്ലി അപ്പോസ്തലൻ പൗലോസിനെ എങ്ങോട്ട് കൊണ്ടുപോയി? റോമിലേക്ക് കൊണ്ടുപോയി. അതിനിടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ റോമിലേക്ക് ചെന്ന അവസരത്തിൽ അദ്ദേഹം ഒരു വിചാരണ തടവുകാരനായിട്ടാണ് ചെല്ലുന്നത്, കുറ്റവാളിയായിട്ടല്ല, ഒരു വിചാരണ തടവുകാരനായിട്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആവർത്തിച്ച് ശ്രദ്ധിക്കണം. കുറ്റവാളിയായിട്ടല്ല, വിചാരണ. കാരണം വിധി കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം എന്താണ്? കൈസറെ അഭയം ചൊല്ലിയത് എന്തുകൊണ്ടാണ്? കൈസറെ അഭയം ചൊല്ലിയത് റോമ പൗരനായിരുന്നത് കൊണ്ട്. റോമ പൗരന്മാരുടെ അവകാശമായിരുന്നു കൈസറെ അഭയം ചൊല്ലുക എന്നുള്ളത്. അങ്ങനെ പറ്റും. അങ്ങനെ ചൊല്ലിയാൽ അങ്ങനെ ചൊല്ലുന്ന ഒരു റോമ പൗരനെ അദ്ദേഹത്തിനെതിരെ എന്ത് കുറ്റങ്ങൾ അക്യൂസ് ചെയ്താലും അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തെ വിധിക്കേണ്ടത് കൈസറായിരിക്കണം. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് റോമൻ പൗരനായിരുന്നത് കൊണ്ട് കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തെ റോമിലേക്ക് അയക്കുകയാണ്. റോമിലേക്ക് അയക്കുന്ന ഈ അവസരത്തിൽ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായി കപ്പൽ യാത്രയിൽ, നമുക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. അവസാനം റോമിലെത്തിയ അവസരത്തിൽ അദ്ദേഹത്തെ പടയാളികളോട് കൂടിയാണ് ഇങ്ങനെ അയച്ചിരിക്കുന്നത്. കാവൽ മാത്രമല്ല, അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ രീതി അനുസരിച്ച് പടയാളികളെ കൈയോടൊക്കെ ചേർത്ത് ഇങ്ങനെ ആണ് അയക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന അവസരത്തിൽ അദ്ദേഹത്തിന് കുറച്ച് പ്രിവിലേജ് ലഭിച്ചു. ആ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിവിലേജിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല, നമ്മൾ വിശദമായ പഠനത്തിലേക്ക് പോകും. പ്രിവിലേജിന്റെ ലഭിച്ചത് മൂലം അദ്ദേഹത്തിന് പടയാളികളുടെ കൂടെ തന്നെ
അദ്ദേഹം ഒരു പ്രിസണറാണ്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടയാളാണ്. പക്ഷേ അദ്ദേഹത്തെ അനുവദിച്ചു, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തു. അങ്ങനെ 2 വർഷം അദ്ദേഹം എന്തായിരുന്നു? വിചാരണ തടവുകാരനായിട്ട് വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി അവസാനം വരിക, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തി അവസാനത്തിലേക്ക് വരികയല്ല, അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? വിചാരണ തടവുകാരനായിട്ട് 2 വർഷം വാടകയ്ക്കെടുത്ത് വീട്ടിൽ താമസിക്കുന്നു, അല്ലേ? കൂലിക്ക് വാങ്ങിയ വീട്ടിൽ, അല്ലെ വാടകയ്ക്കെടുത്ത വീട്ടില, വാടകയ്ക്കെടുത്ത വീട്ടില് താമസിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമാക്കാം കുറച്ചുകൂടെ. അപ്പോ ഇത് വേറെ പണ്ഡിതന്മാർ പറയുന്നത് 1ാമത്തെ കാരാഗ്രഹവാസമായിട്ടാണ്. പക്ഷെ കാരാഗ്രഹത്തിലല്ല, വാടകയ്ക്കെടുത്ത വീട്ടിൽ വിചാരണ തടവുകാരന്റെ ഹൗസ് അറസ്റ്റ് ആണ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഹൗസ് അറസ്റ്റ്, അല്ലേ? വീട്ടു തടങ്കൽ. ഓക്കെ, വീട്ടു തടങ്കലിലാണ് ഇപ്പോഴും. ശരിക്കും റോമൻ കാരാഗ്രഹത്തിലല്ല, വീട്ടു തടങ്കലിലാണ്. ആ വീട്ടു തടങ്കലില് സ്വാതന്ത്ര്യം പലതുണ്ട്, അത് നമുക്ക് വായിക്കാൻ കഴിയും. അതൊക്കെ വിശദമായിട്ട് പിന്നീട് നമ്മൾ കാണും. വീട്ടു തടങ്കലിൽ പടയാളികളുണ്ട്. പടയാളികളോട് ചിലപ്പോഴൊക്കെ ഒരുപക്ഷെ ബന്ധിച്ചിരിക്കുകയാണ്, എങ്കിലും ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ആളുകൾക്ക് വരാൻ പോകാം, സ്നേഹിതർക്ക് വന്ന് കാണാൻ പോകാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രിവിലേജുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ വായിച്ചു, പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ആദ്യത്തെ ഹൗസ് അറസ്റ്റ് ആയിരുന്നു, റോമൻ കാരാഗ്രഹത്തിലല്ല. അങ്ങനെ പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് നല്ലൊരു ഫോളോ ചെയ്ത് മനസ്സിലാകത്തുള്ളൂ. ഹൗസ് അറസ്റ്റ് ആണ്, വീട്ടു തടങ്കലിലാണ്, വിചാരണ തടവുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്താ അവസാനിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തലൻ പൗലോസിന്റെ മരണത്തെ കുറിച്ചോ കാരാഗ്രഹവാസത്തെ കുറിച്ചോ അവിടെ ഇല്ല. പ്രിസൺ എപ്പിസ്റ്റൽസ് എഴുതിയില്ലേ? അതെവിടെ കിടന്നുണ്ടാ? അത് ഈ ഹൗസ് അറസ്റ്റിന്റെ സമയത്തല്ല, അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചതിന് തൊട്ടു മുമ്പാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നേ. ആ സമയത്ത് അദ്ദേഹം എവിടെയാണ്? റോമൻ കാരാഗ്രഹത്തിലാണ്. പക്ഷെ ഇപ്പോ അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത് അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുന്നതിന് മുമ്പേ നടന്ന ഹൗസ് അറസ്റ്റിന്റെ സമയത്ത് അവസാനിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എപ്പോഴാണ് ഇത് എഴുതിയെന്നുള്ളതാണ്. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അപ്പോൾ 1, 2, 3 എന്ന് പറയാം. അപ്പോസ്തലൻ പൗലോസിന്റെ 1ാമത്തെ റോമിലുള്ള കാരാഗ്രഹം, അത് റോമൻ കാരാഗ്രഹമല്ല, ഹൗസ് അറസ്റ്റ് ആയിരുന്നു. കാരണം വിചാരണ തടവുകാരനാണ്. വിചാരണ തടവുകാരെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ശരിക്കുള്ള കാരാഗ്രഹത്തിലേക്ക് അയക്കത്തില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ എന്ത് ചെയ്യത്തുള്ളൂ, അവിടേക്ക് സാധാരണ അല്ലാത്തവരെ അയക്കാറുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് ഹൗസ് അറസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. നിങ്ങൾ പൗലോസ് വീട്ടുതറയിൽ കിടന്ന ആ സമയത്താണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത്. അങ്ങനെയാണ്. അതാ ഞാൻ പറയുന്നത്. ആ ടൈമാണ് നമ്മൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി എപ്പോഴും എഴുതിയെന്നുള്ളതാണ് പറയുന്നത്. കാരാഗ്രഹത്തിലല്ല, മരണത്തിന് മുമ്പല്ല. അപ്പോസ്തലൻ പൗലോസ് വീട്ടു തടങ്കലിൽ വിചാരണ തടവുകാരനായിട്ട് ഉണ്ടായിരുന്ന 2 വർഷം ഉണ്ടായിരുന്നതിന് ആ സമയത്താണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതി നന്നായി പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? ഞാൻ വിശദീകരിക്കും. ചോദിച്ച ചോദ്യത്തിന് ലൂക്കോസിന്റെ സുവിശേഷം എന്നാ എഴുതിയത്? ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എന്നാ എഴുതിയത്? അപ്പോസ്തലൻ പൗലോസ് വിചാരണ തടവുകാരനായിട്ട് റോമിൽ വീട്ടു തടങ്കലിലായിരുന്ന സമയത്താണ്. എങ്ങനെ മനസ്സിലാക്കാം? അവസാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വായിച്ചേ 28-ാം അധ്യായത്തിന്റെ അവിടെ നിർത്തുകയാണ് അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസ് മരണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ വീണ്ടും ഞാൻ പറയുന്നു, അപ്പോസ്തലൻ പൗലോസ് വിചാരണ തടവുകാരനായിട്ട് വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 വർഷം പാർത്ത് ആളുകൾ വരികയും പോവുകയും അവരോട് സുവിശേഷം പറയുകയും പടയാളികളോട് സുവിശേഷം പറയുകയും ഒക്കെ ചെയ്ത സമയത്താണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. അപ്പൊ ഏത് വർഷമായിരുന്നു എന്നുള്ള വിഷയം. ഇത് ഒരാഴമായ പഠനമായതുകൊണ്ട് എങ്ങനെ നീങ്ങുന്നേ? അപ്പൊ ഏത് വർഷമാണ് അത് നടക്കാൻ സാധ്യത?
എവിടെയാണ് പ്രസന്റ് എപ്പിസ്റ്റൽസ് എഴുതിയത്? എവിടെ കിടന്നുകൊണ്ടാണ്? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നതിനും ശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചു, നടന്നു. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാനിക്കുന്നത് വാടകയ്ക്കെടുത്ത വീട്ടിൽ അപ്പോസ്തലൻ പൗലോസ് വിചാരണ തടവുകാരനായിട്ട് ആയിരുന്ന സമയത്താണ് എഴുതിയത്. ക്ലിയർ ആണല്ലോ. അതിനുശേഷം പല കാര്യങ്ങളും സംഭവിച്ചു. എന്തൊക്കെയാണെന്ന് പറയാൻ പോവാ. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാനിക്കുമ്പോൾ വിചാരണ തടവുകാരനാണെങ്കിലും പിന്നെ എന്ത് സംഭവിച്ചു? പറയാം. പൊതുവെ പറയപ്പെടുന്നത് അപ്പോസ്തലൻ പൗലോസ് 2 വർഷം വിചാരണ തടവുകാരനായിട്ട് കിടന്നെങ്കിലും വിധി വന്നില്ല. അതിന് കാരണമുണ്ട്. അപ്പോസ്തലൻ പൗലോസിന് നേരെ കുറ്റം പറഞ്ഞിട്ട് യഹൂദന്മാരെ യൂദയായിൽ നിന്നും അല്ലെങ്കിൽ യഹൂദിയയിൽ നിന്നും വരണം, അന്ന് ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യണം? വാദിക്കണം. കൈസറുടെ മുൻപിൽ വന്ന് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ യഹൂദിയയിൽ വെച്ച് കുറ്റം ആരോപിച്ചവരെ, അങ്ങനല്ലേ അപ്പോസ്തലൻ പൗലോസിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ വിചാരണ നടക്കാതിരിക്കാനാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് ഞാൻ കൈസരെ അവയോഗിച്ചത്. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കപ്പൽ മാർഗം റോമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വിചാരണ തടവുകാരനായിട്ട് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അതിന് പ്രോസസ് എങ്ങനെയാണ്? വിധിയുടെ അദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞവർ വന്ന് കൈസറുടെ മുമ്പിൽ അത് തെളിയിക്കണം. അദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞവരെ കൈസറുടെ മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം? തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാന് അവധി ചോദിച്ചാണ് 2 വർഷം നീണ്ടത്. അവസാനം എന്തോ ചെയ്തു? അവന്മാർ വരത്തില്ല. കാരണം എന്തറിയാമോ? അവിടുത്തെ നിയമം അനുസരിച്ച് കുറ്റം പറഞ്ഞവനെ തെളിയിച്ചില്ലെങ്കിൽ കുറ്റം പറഞ്ഞവനെ കൊല്ലപ്പെടും. തിരിച്ചയക്കത്തില്ല. കുറ്റം പറഞ്ഞവൻ ഇത് തെളിയിച്ചില്ലെങ്കിൽ, കാര്യകാരണ സഹിതം തെളിയിച്ചില്ലെങ്കിൽ കുറ്റം പറഞ്ഞവൻ എന്തോ ചെയ്യും? മരണമോ. അതുകൊണ്ട് അവന്മാർ പേടിച്ചിട്ട് എന്തോ ചെയ്തില്ല? വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വെറുതെ വിടും. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസിനെതിരെ കുറ്റാരോപണം നടത്തിയ യഹൂദന്മാർ വരാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് അവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെ. അല്ലെങ്കിൽ ലൂക്കോസ് മരണത്തെ കുറിച്ച് എഴുതത്തില്ലേ? എന്ത് സംഭവിച്ചെന്ന് എഴുതത്തില്ലേ? ഇനി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തെ വിചാരണ തടവുകാരനായിട്ട് സൂക്ഷിച്ചെങ്കിലും കുറ്റാരോപണം നടത്തിയവർ വരാതിരുന്നത് മൂലം കൈസർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ റിലീസ് ചെയ്തു. ഇനിയും അപ്പോസ്തലൻ പൗലോസ് എൻ്റെ ആ കാലയളവ് പറയുന്നത് ഏതാണ്ട് AD 63. എന്നെ ശ്രദ്ധിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത് AD 63. നോട്ടൊന്ന് ചെയ്യണം. AD 63 ആദ്യത്തെ വിചാരണ തടവുകാരനായിട്ട് 62 AD 62 അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് AD 63 നിഗമനം. അതിന് കാരണം പറയാം. കാര്യകാരണ സഹിതം നമ്മൾ തെളിയിക്കുന്ന കാര്യങ്ങളെ ക്ലാസ്സിൽ 63 എഴുതിയത് അതിനുശേഷമല്ലെന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? നീറോയുടെ പീഡ 64 നീറോയുടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡ 64 ആ സമയത്താണ് അപ്പോസ്തലൻ പൗലോസിനെ വീണ്ടും കാരാഗ്രഹത്തിലാക്കുകയും കൊല്ലുകയും ചെയ്തതെന്നാണ് വേദശാസ്ത്രപരമായിട്ട്, തിയോളജി അല്ലെങ്കിൽ സഭാചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ച് അദ്ദേഹത്തെ കാരാഗ്രഹത്തിലാക്കി കൊന്നത് 64. കാരണം ആ സമയത്താണ് വ്യാപകമായിട്ടുള്ള നീറോയുടെ പീഡ. അതിനോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലൻ പൗലോസിനെ പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് 64 മുമ്പാണ് ഈ വീട്ടുതടങ്കൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. നീറോയുടെ ആ പീഠകാലത്ത് 64 അന്ന് എഴുതിയതാണ് FSC ലേഖനം, കൊലോസി ലേഖനം. പിന്നെ ഏതൊക്കെയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ? ഏതൊക്കെയാ?
എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. എഫേസ്യർ, ഫിലിപ്പിയർ. പിന്നെ 2 ലേഖനം കൂടെ എഴുതി കാരാഗ്രഹത്തിൽ കിടന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഓക്കെ, പ്രസന്റ് എപ്പിസൽസ് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ എന്ന 4 ലേഖനങ്ങൾ. 2 ലേഖനങ്ങൾ കൂടെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതി. പറഞ്ഞു. ഒന്ന് തിമോത്തിയോസിന് എഴുതി 1-ാം ലേഖനവും 2-ാം ലേഖനവും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് 4 ലേഖനങ്ങളാണെങ്കിലും തിമോത്തിയോസിന് എഴുതി 1-ാം ലേഖനവും 2-ാം ലേഖനവും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയതിനുള്ള തെളിവുണ്ടോ? വെറുതെ പറഞ്ഞാൽ മതിയോ? തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അപ്പോസ്തലൻ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം. അപ്പോസ്തലൻ പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം. അത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പാസ്റ്റർ എപ്പിസൽസിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടയലേഖനങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, തിമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ അത് ഇടയലേഖനങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും തിമോത്തിയോസിന് എഴുതിയ 1-2 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയെന്നുള്ളതിന്റെ തെളിവ് 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടത്തിന് അവസാനമായെന്നാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത്. അത് 64-ലാണ്. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് 63-ലും അവസാനം കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതിയത് 64-ലും ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കണേ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്? കാരണം ഇച്ചിരി മനസ്സിലാക്കാനായിട്ട് ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 64, അതെ, 64-ലാണ് അപ്പോസ്തലൻ പൗലോസ് മരിക്കുന്നത്. നീറോയുടെ ആ പീഡകാലത്ത് മരിച്ചവരുടെ കൂട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, അവർ രണ്ടും മരിക്കുന്നത് ആ കാലയിലാണ്. അത് പൊതുവായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു പീഡയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അത് ഇറ്റ്സ് ഓക്കെ വിചാരണ തടവുകാരനായിട്ട് ആയിരുന്ന ഇതാണ്. അതെ, അതാണ് പറഞ്ഞില്ലേ, 1-നും 2-നും പറയുന്നു. ഞാൻ 2-ന്ന് പറയും. കാരണം എന്താണ്? 1 വിചാരണ തടവുകാരനായിട്ട്, പക്ഷെ അത് കാരാഗ്രഹമല്ല. വിചാരണ തടവുകൊണ്ട് ഹൗസ് അറസ്റ്റാണ്. പക്ഷെ എന്നാലും എന്താണ്, കാരാഗ്രഹം ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഹൗസ് അറസ്റ്റ്, വീട്ടുതടങ്കൽ. വീട്ടുതടങ്കലിൽ ഒത്തിരി സ്വാതന്ത്ര്യമില്ലേ? യൂതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം അവരോട് സംസാരിച്ചു എന്നെല്ലാം. അപ്പൊ സ്നേഹിതർക്ക് വരാൻ പോകാം, എല്ലാം ചെയ്യാം. ഒത്തിരി ഫ്രീഡമുണ്ട്. എന്നാൽ കാരാഗ്രഹം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പ്രാവശ്യം മാത്രം. പക്ഷേ 2ാമത്തെ കാരാഗ്രഹവാസം നമുക്ക് വേണമെങ്കിൽ പറയാം. ആ കാരാഗ്രഹം സാധാരണ കാരാഗ്രഹം ഒന്നുമല്ല. ഉണ്ട് അതിനകത്തൊരു ഇത് കഴിഞ്ഞിട്ട് അതിന് മേളിൽ ഒരെണ്ണം കാണിച്ചല്ലോ. അതിന് മുമ്പ് ശരി, സോറി, അതല്ല കാരാഗ്രഹം. അതെ ഇപ്പോഴത് എക്സ്പാൻഡ് ചെയ്തു. ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളിന് ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. എന്തോ അതൊക്കെ നേരത്തെയാ.
റോമിലെ പ്രധാനപ്പെട്ട കാരാഗ്രഹവാസമാണ് നമ്മൾ പറയുന്നത്. അതിൽ യാത്രയ്ക്കിടയിൽ മിഷണറി യാത്രയ്ക്കിടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇട്ടെന്നൊക്കെ എഴുതി അത് ഒരു രാത്രി വല്ലേ കിടന്നുള്ളൂ. കാരാഗ്രഹവാസം കറക്റ്റ് ചോദിച്ചത് അതൊക്കെ അതിന് നേരത്തെ ഈ സംഭവങ്ങൾക്കൊക്കെ നേരത്തെ അതിലേക്ക് നമ്മൾ വരും. ഫിലിപ്പിയിൽ ചെന്നിട്ട് സുവിശേഷം പറഞ്ഞ അവസരത്തിൽ നടന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത്. പുറകെ വന്ന് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ ഇവർക്ക് ചുവടെടുപ്പിയെന്ന് പറഞ്ഞ അവസരത്തിൽ തിരിഞ്ഞ് അവളിലുണ്ടായിരുന്ന ബോധത്തെ അതൊക്കെ പിന്നെ നേരത്തെ ഉള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി എഴുതിയ സമയത്തെക്കുറിച്ച്. അത് നേരത്തെ അത് നമ്മൾ പഠിക്കും, അതിലേക്ക് വരാൻ പോവാ, അതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് സാധാരണ കാരാഗ്രഹമൊന്നും അല്ല. വിധിക്കപ്പെട്ടവരെ, മരണത്തിന് വിധിക്കപ്പെട്ടവരെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിലേക്ക് പോകുന്നില്ല, ഞാൻ പറയും പിന്നീട് വിശദമായിട്ട് നമുക്ക് കാണും. ഓക്കെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞല്ലോ. അപ്പോസ്തല പ്രവൃത്തി എഴുതിയ കാലഘട്ടം നമ്മൾ വായിച്ചല്ലോ. എന്തുകൊണ്ടാണ് 63 എന്ന് പറയുന്നത് ചോദിച്ചാൽ 64 സംഭവങ്ങളൊന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് 63 എഴുതാൻ സാധ്യതയെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടല്ല എന്നുള്ളതിന് യെരുശലേം നശിപ്പിക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ്? AD 70. അതും ഇതിനകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് വിചാരണ തടവുകാരനായിട്ട് 2 വർഷം വീട്ടുതടങ്കലിലായിരുന്ന അവസരത്തിലാണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതി തീർത്തത് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, നീറോയുടെ പെർസിക്യൂഷനെ കുറിച്ചൊന്നും ഇതിനകത്ത് എന്തില്ല, ഒരു പരാമർശവും ഇല്ല. അപ്പോൾ അതിനു മുമ്പാണ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതി തീർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എന്തിനാണ് എഴുതിയത്? എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത്? അപ്പോസ്തല പ്രവൃത്തി എന്തിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. തിയോഫിലസിനാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും നാം മനസ്സിലാക്കാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുന്ന, താല്പര്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് to record the establishment and early growth of the church എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് സഭയുടെ സ്ഥാപനവും വളർച്ചയും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ബാധകമാണ്, ഏത് കാലത്തും ബാധകമാണ്. ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. നിർബന്ധമായിട്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മാത്രമേ സഭാസ്ഥാപനവും വളർച്ചയും ഏത് കാലത്തും ഉണ്ടാകാവൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ദൈവാത്മാവിന്റെ പ്രവർത്തനം ഓരോ വ്യത്യാസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒറ്റ ഒരു ഉദാഹരണം പറയാം. പൗലോസിന്റെ കാലത്ത് വീടുതോറും കയറി ഇറങ്ങി എന്തോ ചെയ്തു, സുവിശേഷം പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് മാത്രമേ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ളൂ എന്നാരും വിചാരിക്കരുത്. കാരണം അമേരിക്കയിൽ ഒരിക്കലും അത് നടക്കത്തില്ല. അപ്പോൾ ഓരോ സ്ഥലത്തനുസരിച്ചും കേരളത്തിൽ ഇപ്പോഴും പറ്റും, പക്ഷേ കുറെ കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ അത് വച്ചില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, പ്രയാസപ്പെടാൻ അവസരം ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? ഗൾഫ് രാജ്യങ്ങളിൽ വീടുതോറും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യകാലത്തെ സഭാ വളർച്ചയുടെ ഒരു രീതി എന്ന് പറഞ്ഞതാണത്. അപ്പൊ സുവിശേഷീകരണത്തിലും കാലത്തിന് മാറ്റം അനുസരിച്ചും സാമൂഹികമായ മാറ്റങ്ങൾ അനുസരിച്ചും ഓരോ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചും സുവിശേഷീകരണത്തിന് എന്തുണ്ട്, വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ പോയി പരസ്യം നടത്താൻ പറ്റും, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴും പറ്റും, എതിർപ്പുകളുണ്ടെങ്കിലും. പരിശോധന ഞങ്ങൾ പോയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒരു പരിശോധന സംബന്ധിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അമേരിക്കയിൽ ഇപ്പോഴും പരിശോധനകൾ, ഓസ്ട്രേലിയ, UK പരിശോധനകൾ നന്നായിട്ട് നടക്കുന്നു. പക്ഷെ അതിന് ശൈലികൾ മാറും. അപ്പൊ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആരെങ്കിലും പറയാണ് അതേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്കനുസരിച്ച്, കാലഗതികൾക്കനുസരിച്ച്, സാമൂഹിക വ്യവസ്ഥിതികളനുസരിച്ച് മാറിക്കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്, എല്ലാമല്ല. പക്ഷെ ഇത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യമാണ് സഭയുടെ സ്ഥാപനവും വളർച്ചയും. അത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അത് ഇന്നും അങ്ങനെ തന്നെ നടക്കുന്ന ഇടങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്, വളർന്നത്. അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോസ്തല പ്രവൃത്തി
എഴുതിയിരിക്കുന്നത്. മാത്രമല്ല സുവിശേഷങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങളും തമ്മിൽ കോർത്തിണക്കുന്നത്, ബന്ധിപ്പിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി. അപ്പൊ സുവിശേഷങ്ങൾക്കും ബാക്കി പുതിയ നിയമ കാലത്ത് നടന്ന പല സംഭവങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഇനി യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം സുവിശേഷം എങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചു എന്നുള്ളതിന് ഒരു തെളിവൂടെയാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. എന്നാലല്ലേ എഴുതിയിട്ടില്ല. തോമാസ് ഇന്ത്യയിൽ വന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? തോമസ് ഇന്ത്യയിൽ വന്നത് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ലോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി? ഇല്ല. ധൈര്യമായിട്ട് പറയണം. അല്ല, ഇന്ന് ഈ ക്ലാസ്സിന്റെ സമയം നടക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ നന്നായിട്ട് വായിക്കണം. അപ്പൊ ഒരു അസൈൻമെന്റ്. ദൈവത്തിന്റെ ഓരോ വഴികളും ദൈവത്തിന്റെ ഓരോ രീതികളും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാരിൽ ഒരാൾ എഴുതുന്നതിന് പകരം വേറൊരാളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ദൈവം നിശ്ചയിക്കും ആരെ കൊണ്ട് എന്ത് എഴുതിപ്പിക്കണമെന്ന് ചെയ്യിക്കണമെന്ന്. ശരിയാണോ ഇല്ലയോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഓരോരുത്തരുടെയും കഴിവും കൃപയും സാധ്യതകളും കണ്ടുകൊണ്ടാണ് ഒരാളെ എന്ത് ഏൽപ്പിക്കുന്നത്, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ഒരുപക്ഷെ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് എഴുതിയത്. വൈദ്യനായ ലൂക്കോസിനെ തന്നെ എന്തുകൊണ്ടാണ് ഏർപ്പെടുത്തിയത്? ഡോക്ടർ എന്നുള്ള നിലയിൽ ഓരോ കേസും കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടും രേഖപ്പെടുത്തുന്ന ഒരു രീതി ആയിരുന്നത് കൊണ്ട് അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനാണ് അത് ചെയ്യാൻ കഴിവുണ്ടെന്ന് ദൈവം കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഏൽപ്പിച്ചു. അപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. ചുമ്മാതെന്ന് പറയുമല്ല, ദൈവത്തിന് കൃത്യമായിട്ട് നമ്മളെ അറിയാവുന്നത് കൊണ്ട്. ദൈവസഭയില് നമ്മൾ ഇത്രയും പേരെ ഉള്ളെങ്കിലും ഓരോരുത്തരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ കാര്യങ്ങളെ നമ്മൾ പറയുന്ന ദിവസം. ഞാനിപ്പം ആരെയും പുകഴ്ത്തുക എഴുത്തുകയല്ല. പിക്കിയോട് പറയാണ് പാട്ടൊന്ന് ലീഡ് ചെയ്യണം, ഞാൻ പറയുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു, ഞാൻ അന്മയോട് പറഞ്ഞാലും ശരിയാകത്തില്ല, പ്രായത്തിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. മേരി സഭയോട് പറഞ്ഞാൽ ഒട്ടും ശരിയാകത്തില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പലരോടും പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചേക്കും, പക്ഷേ അത് ചെയ്യാൻ കഴിവുണ്ടെന്ന് ദൈവാത്മ എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് നമ്മളെന്തോ ചെയ്യുന്നത്. നാളെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ദൈവാത്മ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരുത്തും. അപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി നേരത്തെ ഞാൻ പറഞ്ഞതാ. എന്തുകൊണ്ടാ? വൈദ്യനായ ലൂക്കോസ് ചരിത്രകാരൻ കൂടി ആയിരുന്നത് കൊണ്ട് കൃത്യമായിട്ടും കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തോ ചെയ്തത്. ഒരു പക്ഷേ പൗലോസിനോ പത്രോസിനോ അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ലൂക്കോസിനെ ഏൽപ്പിച്ചത്. ലേഖനങ്ങൾ എഴുതാൻ പറ്റുമായിരിക്കാം, പക്ഷെ ചരിത്ര സംഭവങ്ങൾ കൃത്യമായിട്ടും രേഖപ്പെടുത്താൻ ലൂക്കോസിന് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്. ചോദ്യത്തിന് മറുപടിയാണ്. പിന്നെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കുറെ വിശദമായിട്ടുള്ള, പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാരെ എല്ലാവരുടെയും കാര്യം എഴുതിയിട്ടില്ല. പത്രോസിന്റെ കാര്യമേ എഴുതിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് ചോദ്യം വരും. കാരണം സഭാചരിത്രത്തോടുള്ള ബന്ധത്തിൽ, സഭയുടെ ആദ്യകാലത്തെ വളർച്ചയോടുള്ള ബന്ധത്തിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് എന്നുള്ളതിനെ അനുസരിച്ചാണ് അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്. പത്രോസും പൗലോസുമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, ആരംഭകാലത്തെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായത്, ചുക്കാൻ പിടിച്ചതും അവർ രണ്ടുപേരുമായി. അതുകൊണ്ടാണ് മറ്റു പലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യാക്കോബിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? അപ്പോസ്തല പ്രവർത്തികൾ വിടാം. ഓക്കെ, അപ്പോസ്തല പ്രവർത്തികളിൽ പത്രോസിനെയും പൗലോസിനെയും കൂടാതെ വേറെ ആരെയെങ്കിലും കുറിച്ച് എഴുതിയിട്ടുണ്ടോ? എന്താ യാക്കോബിനെ കൊന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അവനെ ഇനി വേറെ അത് പറയരുത്. വേറെ ആരെങ്കിലും ഉണ്ടോ? നില്ലേ. വേറെ ആരെങ്കിലും പറഞ്ഞു? അപ്പോസ്തല പ്രവർത്തി വേറെ ആരെങ്കിലും കുറിച്ച് എഴുതിയിട്ടുണ്ടോ?
ചത്ത യാക്കോബിനെ കുറിച്ച് എഴുതിയിട്ടുള്ളോ? ജീവനോട് ഇരിക്കുന്ന യാക്കോബിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ മരിച്ചുപോയ യാക്കോബിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജീവനോടിരിക്കുന്ന യാക്കോബിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. വേറെ ആരെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? യോഹന്നാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോഹന്നാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും? സഹോദരിമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം. വേറെ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കാൻ കൂടെയാണ് ഭവന പഠനം. പക്ഷെ പ്രധാനമായിട്ടും എന്താണ് പത്രോസും പൗലോസും ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. ശൗലും പിന്നെ പൗലോസും ഒരാളായിരുന്നു. സ്തെഫാനോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും? ചിലർ പതുക്കെ പറയുന്നുണ്ട്. പതുക്കെ പറയണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. വേറെ കളിയാക്കത്തില്ല. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും സംശയങ്ങളും അറിവും അതിനെ തുടർന്ന് വിശദീകരണമാണ് ക്ലാസ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശരി. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇനി ആരെക്കുറിച്ചാണ് പറയാനുള്ളത്, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യമേ അങ്ങ് പറയണം, അപ്പോൾ എളുപ്പമാണ് അല്ലേ? ഓക്കെ, ശരി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലെ എല്ലാ ചാപ്റ്ററിലും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, 2-3-4 കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഇത് ഈ പർപ്പസിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ, ഉദ്ദേശത്തെ കുറിച്ച് പറയുന്ന അവസരത്തിൽ ഇത് കൃത്യമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് അപ്പോസ്തല പ്രവൃത്തി. സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റും വളർച്ചയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡാണ്. ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ലൂക്കോസിനെ അത് ഏൽപ്പിച്ചെന്ന് പറയുന്നത്. ഏർലി ചർച്ചിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ലഭിച്ചിട്ടുള്ള രേഖകൾ, ആധികാരികമായിട്ട് ലഭിച്ചിട്ടുള്ള ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ. യേശുവിന്റെ ഉയർപ്പിന് ശേഷം അടുത്ത 30 വർഷത്തെ, യേശുവിന്റെ ഉയർപ്പിന് ശേഷം അടുത്ത 30 വർഷത്തെ ചരിത്ര സംഭവങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്ര സംഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചത്? മറ്റു പലതും നടന്നു കാണും, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്ര സംഭവങ്ങൾ എന്നോട് ചേർത്ത് ചിന്തിക്കണേ. മറ്റു പലതും കാണുമായിരിക്കാം. അന്ന് നടന്നതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളെ ബൈബിൾ മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ അടുത്ത് എന്തെല്ലാം നടന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയിലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ 30 വർഷത്തിനിടയിൽ, ഓക്കെ, നമ്മൾ അടുത്ത പ്രാവശ്യം മറ്റേ ചിന്തിക്കുന്ന അവസരത്തിൽ യേശു എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു മരണത്തിന് ശേഷം എന്ന് നമ്മൾ പഠിക്കും. വായിച്ചു, ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ ആൻസർ കൊണ്ടൊന്നും കുഴപ്പമില്ല. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് ആ ഗ്യാപ്പിൽ എത്ര പ്രാവശ്യം യേശു കർത്താവ് ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു? ഇപ്പൊ പറയണ്ട, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. എനിവേ, ഇന്ന് ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി മൊത്തം എന്ത് ചെയ്യണം? വായിക്കണം, ശരിക്കും വായിക്കണം. എങ്കിലേ ഈ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത്. സ്ലൈഡ് 5 പെന്തക്കോസ്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പെന്തക്കോസ്ത് ദൈവസഭ നമ്മുടെ ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പല സംഭവങ്ങളുടെയും അതുപോലുള്ള തുടർച്ചയാണ് പെന്തക്കോസ്ത് സഭകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ്, എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ, എല്ലാവരെയും കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് മുൻപോട്ടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? മറ്റു പലതും നടന്നു. അതിലേക്കൊക്കെ നമ്മൾ അടുത്ത ആഴ്ചകളിൽ ക്ലാസ്സുകളിൽ പ്രവേശിക്കും. സ്ലൈഡ് 5 കാണാമോ? ക്ലിയർ ആയിട്ട് കാണാമോ?
എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ കുറച്ച് ഇതല്ല അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, എന്താണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം? പെന്തക്കോസ്ത്. എന്തിനാണ് നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്? നമ്മളെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് എന്താ? ഒരാൾ പറഞ്ഞു. ഇനി വേറെ പറയല്ലേ, ഒരാൾ പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അനുഭവമുള്ളവരല്ലേ? ഓക്കെ, അതായത് ഈ പെന്തക്കോസ്ത് നാളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയാം. പെസഹായിക്ക് ശേഷമുള്ള 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാള്. പെസഹായിക്ക് ശേഷമുള്ള 50-ാമത്തെ ദിവസം ഇസ്രായേൽ ജനം ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ശ്രദ്ധിച്ചല്ലോ. യഹൂദന്മാരായ പുരുഷന്മാര് നിർബന്ധമായിട്ടും മറ്റുള്ളവർ വന്നിരുന്നു. യഹൂദന്മാരായ പുരുഷന്മാർ എവിടെയായിരുന്നാലും യെരുശലേമിൽ വന്ന് പങ്കെടുക്കണമെന്ന് വളരെ കൃത്യമായും നിർബന്ധമായും സ്തോത്രം ആവശ്യപ്പെട്ടിരുന്ന 3 പെരുന്നാളുകളിൽ ഒന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആദ്യത്തെ പെരുന്നാൾ ഏതാണ്? പെസഹ പെരുന്നാൾ. ആദ്യത്തെ പെരുന്നാള് പെസഹ പെരുന്നാൾ. രണ്ടാമത്തെ പെരുന്നാള് കൂടാര പെരുന്നാൾ. മൂന്നാമത്തെ പെരുന്നാള് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇതിന് 3ഉം വന്നിരിക്കണം അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് ഇതിന് 3നും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നാൽ മതി ആളുകൾ. ഓക്കെ, പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് പെസഹായിക്ക് ശേഷം 50-ാമത്തെ ദിവസം ആയതുകൊണ്ട് പെൻഡ എന്ന 50 എന്ന വാക്കിനോട് ബന്ധപ്പെട്ടതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാമത്തെ ദിവസം ഉണ്ടായിരുന്ന പെരുന്നാൾ ആയതുകൊണ്ടാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. അത് പിന്നെ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ അവസാനത്തെ പെരുന്നാൾ ആയതുകൊണ്ട് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ യെരുശലേമിലുണ്ടായിരിക്കും. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്? ലിസ്റ്റുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ എന്തുണ്ട്? ലിസ്റ്റുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് വരണം. എത്രാമത്തെ അപ്പൊ അസൈൻമെന്റ്? രണ്ടാമത്തെ 2 അസൈൻമെന്റ്. ഒന്നാമത്തെ അസൈൻമെന്റ് അപ്പോസ്തല പ്രവൃത്തി മൊത്തം വായിക്കണം. രണ്ടാമത്തെ അസൈൻമെന്റ് എവിടെല്ലാം നിന്നുള്ള ഏതെല്ലാം രാജ്യത്ത് നിന്നുള്ള ആളുകളെ അവിടെ വന്നിരുന്നു. രണ്ടാമത്തെ അസൈൻമെന്റ് ഞാൻ ചോദിക്കും, ആരും വരാതിരിക്കല്ലേ പേടിച്ചിട്ട്. എഴുതിക്കൊണ്ട് വന്നാൽ മതി. നിങ്ങൾ കാണാതെ പറയണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല കാണാതെ പറയണമെന്ന്. നോക്കി വായിച്ചാൽ മതി. നോക്കി വായിക്കുകയോ ആദ്യം പറയുന്ന ആളായിരിക്കും ഒന്നാമത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി മൊത്തം വായിച്ചിട്ട് വരണം. രണ്ടാമത് അസൈൻമെന്റ് ഏതെല്ലാം രാജ്യത്ത് നിന്നുള്ള ആളുകൾ പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ പെരുന്നാളിന് യെരുശലേമിൽ വന്നിരുന്നു. 3 പെരുന്നാളുകളുണ്ട്, അതിന് 3നും സംബന്ധിക്കണം. അവസാനത്തെ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം മടങ്ങിപ്പോകാം. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? യെരുശലേമിൽ വന്നിരിക്കുന്ന സമയമാണ്. വലിയ ആഘോഷമാണ്. അവസാനത്തെ പെരുന്നാളാണ്. കലാശപ്പെട്ട് നടത്തുക. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അവസാനത്തെ ഭയങ്കര ബഹളമാണ്, ഭയങ്കര മേളമാണെന്ന് പറഞ്ഞാൽ യെരുശലേമിലെ ആഘോഷത്തിന്റെ ശബ്ദം ആ യെരുശലേം പട്ടണം മുഴുവനും നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു നമ്മുടെ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ബഹളമാണ് അല്ലേ? പക്ഷേ ഇതെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര ബഹളമാണ്, ഭയങ്കര ആഘോഷമാണ്. ആ ശബ്ദം ഞാൻ പറഞ്ഞ ഒരു ആത്മീയ മർമ്മത്തിലേക്കാണ് വരുന്നത്. ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര ബഹളമാണ്. ഇന്നത്തെ പോലെ തന്നെ കച്ചവടക്കാരും ഉണ്ടായിരുന്നു. എന്തോരു ബഹളം! അവരെന്നെ കൂടെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി വിളിച്ചു പോയി ബഹളം ഉണ്ടാക്കുന്നതൊക്കെ എന്തോരു ബഹളമാണെന്നറിയാമോ? അങ്ങനെ അന്നുകൊണ്ടായിരുന്നു. അത് തന്നെ ഇന്ന് നടക്കുന്നു. സ്ഥലം റെന്റിന് കൊടുക്കുമായിരുന്നു അന്ന്. സ്ഥലം എന്ത് ചെയ്യായിരുന്നു? ഭാഗിച്ച് വാടകയ്ക്ക് കൊടുക്കും. അവിടെ ഓരോ വിൽപ്പനയാണ്, ഓരോ ബഹളമായിട്ടുള്ള വിൽപ്പനയാണ്. അതിനിടയ്ക്ക് മൃഗങ്ങളുടെ ആടിന്റെ കരച്ചില്, കാളയുടെ കരച്ചിൽ, ബഹളം, അത് ചെയ്ത് വിധികൾ, ഇതെല്ലാം കൂടെ ഭയങ്കര ബഹളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മർക്കോസിന്റെ മാളിക മുറി എന്നറിയപ്പെടുന്ന മർക്കോസിന്റെ അമ്മയുടെ മാളിക മുറിയിൽ എത്ര പേര് കൂടിയിരുന്നു? ഏകദേശം 120 പേര് കൂടിയിരുന്ന അവസരത്തിൽ ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് എല്ലാവരുടെയും തലമേൽ
ആ പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ പ്രത്യക്ഷമായി. ശ്രദ്ധിക്കണം, അവരെല്ലാവരും അന്യഭാവ നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. എത്ര പേരേ ഉള്ളൂ? ഏതാണ്ട് 120 പേരേ ഉള്ളൂ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് അനുഭവം ഏകദേശം 120 പേരേ ഉള്ളൂ. യെരുശലേമിൽ കൂടിയിരിക്കുന്ന എത്ര പേരാ? ലക്ഷക്കണക്കിന് ആളുകളാണ് യെരുശലേമിൽ കൂടിയിരിക്കുന്നത്. അവരുടെ ശബ്ദം, അവരുടെ ആരോ ആ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ബഹളത്തിനെയും തൊട്ടപ്പുറത്തായില്ലേ സംഭവം. എന്നെ ശ്രദ്ധിക്കണം. അവിടെ ഭയങ്കര ബഹളമാണ്. യെരുശലേം പട്ടണം മുഴുവനും ഇളക്കി മറിക്കുന്ന തരത്തിൽ അവിടെ പെരുന്നാളിന് വന്നിരിക്കുന്നവരുടെ ബഹളത്തിനിടയിൽ അതിന് തൊട്ടപ്പുറത്ത് അധികം ദൂരമൊന്നുമില്ല മർക്കോസിന്റെ മാളിക മുറി. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഏകദേശം 120 പേര് എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ ആളുകൾ. അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ചു, പെട്ടെന്നൊന്ന് വായിച്ചു തീർക്കാം. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് വായിച്ചു. അന്ന് ആകാശത്തിന്റെയുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ തുഷാരം വന്നുകൂടി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണം. ഇതൊരു ആത്മീയ മർമ്മമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഭയങ്കര ആരവത്തോടുകൂടെ ബഹളത്തോടുകൂടെ ആഘോഷിച്ചു കൊണ്ടിരുന്ന പെരുന്നാൾ സ്ഥലത്ത് നിന്നും ശ്രദ്ധിക്കും അതിനപ്പുറത്ത് കിടക്കുന്ന അതിനേക്കാൾ വലിയൊരു മുഴക്കം ഉണ്ടായിരുന്നു. അല്ലയോ? ആണോ? ഇല്ലയോ? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഇല്ലയോ? ശ്രദ്ധിച്ച് ഏറ്റെടുത്തില്ല. അതിനേക്കാൾ വലിയ മുഴക്കം ഉണ്ടായത് മാത്രമല്ല, 120 പേര് അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ ശബ്ദമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പെന്തക്കോസ്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് പള്ളിയുടെ ശക്തിയേക്കാൾ കൂടിയ ശക്തിയാണ്. പെന്തക്കോൾ ശക്തി എന്ന് പറയുന്നത് പെരുന്നാളിന്റെ ശക്തിയേക്കാൾ കൂടിയ ശക്തിയാണ്. പെന്തക്കോൾ ശക്തി എന്ന് പറയുന്നത് ആളുകളെ വ്യത്യാസപ്പെടുത്താൻ, രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിൽ. അപ്പൊ ആ പള്ളിയുടെ ബഹളങ്ങളെല്ലാം വിട്ട്, അവിടുത്തെ ആഘോഷങ്ങളെല്ലാം വിട്ട് ഇവിടേക്ക് ഓടി വരണമെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതല്ലേ. എത്ര പേരുടെ കൂട്ടം സന്തോഷത്തോടെ സ്വന്തം പറയുന്നു. ദൈവസഭയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നും പറയുന്നത് അത് തന്നെയാണ്. പള്ളികളിൽ നിന്നും, ആ വലിയ ബഹളത്തിൽ നിന്നും, ആ വലിയ പെരുന്നാളിന്റെ ബഹളത്തിൽ നിന്നും, റാസയുടെ ബഹളത്തിൽ നിന്നും ഈ സഭയ്ക്കകത്ത് ഉയരുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മ നിറവിലുള്ള ശക്തിയും വെളിപ്പെടുമ്പോൾ ആളുകൾ ഇവിടേക്ക് വരും. അങ്ങനെയാണ് ദൈവസഭ വളർന്നിട്ടുള്ളത്. കേരളത്തിലെ സഭകൾ വളർന്നിട്ടുള്ളത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, പാരമ്പര്യം പറയാൻ കഴിയുന്ന 500 വർഷത്തെ പാരമ്പര്യം പറയുന്ന കത്തോലിക്കര്, 2000 വർഷത്തെ പാരമ്പര്യം പറയുന്ന യാക്കോബക്കാർ, ഓർത്തഡോക്സുകാര്, വേറെ എന്തും ആയിക്കൊള്ളട്ടെ, അതിൽ നിന്നെല്ലാം പെന്തക്കോസ്ത് സഭയിലേക്ക് എങ്ങനെ ആളുകൾ വന്നത്? ഇതിനകത്ത് അതിനെ വെല്ലുന്ന ഒരു ശക്തി വ്യാപരിച്ചു. അതിനെ വെല്ലുന്ന ഒരു ശക്തി ഇതിനകത്ത് ഉയർന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. അന്യഭാഷിക ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമൊക്കെ മുഴങ്ങിയപ്പോൾ ആ വലിയ ബഹളത്തിൽ നിന്നും ഇവിടെ ആളുകൾ വന്നു. അവരെന്തോ ചെയ്തു? ഞാൻ നിർത്താൻ. അവരെന്തോ ചെയ്തു? അതിനെ ഏറ്റെടുത്തു, സ്നാനപ്പെട്ടു. ഇതാണ് ഇന്നും നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോസ്തലപ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റും ഗ്രോത്തും അല്ലെങ്കിൽ സ്ഥാപനവും വളർച്ചയും ഇന്നും അത് തന്നെയാണ് കൃത്യമായിട്ടും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവസഭകളിൽ അവിടെ നിന്നും എന്ത് ചെയ്തു? വന്നു. പക്ഷേ പത്രോസ് എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവരോട് ചേർന്ന് വചനം പ്രസംഗിച്ചപ്പോൾ അവരതെന്തോ ചെയ്തു? സ്വീകരിച്ചു. അവിടെ വാക്കുകൾ ഞാൻ വിശദമാക്കുന്നില്ല, അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി വായിക്കണം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റതാണ്. അവരെ നിർബന്ധിച്ച് മുക്കിയില്ല. 10,000 ഓടിക്കൂടിയ സ്ഥാനത്ത് പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? ഇന്നും അങ്ങനെ തന്നെ ആകാവൂ. എന്റെ നിർബന്ധം അതാണ്. വചനം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ആരെ നിർബന്ധിച്ച് എന്താ ചെയ്യാൻ പാടില്ല? മുക്കാൻ പാടില്ല. ഇങ്ങനെ മുക്കിയ എങ്ങനെ ഇരിക്കുന്നുള്ളതിന്റെ തെളിവ് രസകരമായിട്ടൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുത്തനെ പിടിച്ച് നിർബന്ധമായിട്ട് എന്ത് ചെയ്തു? മുക്കി. മുക്കുന്ന അവസരത്തിൽ അവന്റെ ഒരു കൈ താഴത്തില്ല. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും ഒരു കൈ എന്ത് ചെയ്യത്തില്ല? താഴത്തില്ല. ബലപ്രയോഗം നടത്തി, പക്ഷെ കൈ എന്ത് ചെയ്യത്തില്ല?
താഴത്തില്ല. അവനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചത്, ഒരുത്തൻ രണ്ടിട്ട് കൊടുക്കാനുണ്ട് ഭാഷ, ഒരുത്തൻ രണ്ടിട്ട് കൊടുക്കാനുണ്ട്. പ്രയോഗം നടത്തി മുക്കിയത് രാവിലെ സമയം ഓർത്തോണം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ അവിടെ ഓടിക്കൂടിയത് ആയിരങ്ങളായിരിക്കാം, പക്ഷേ അവന്റെ വാക്ക് കൈക്കൊണ്ടവരാണ് സ്നാനമേറ്റത്. അതേതാണ് 3000 പേരുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയ തുടക്കം തന്നെ എത്ര പേരോട് കൂടിയാ സഭ തുടങ്ങുന്നത്? 3000 പേരോട് കൂടിയാ സഭ തുടങ്ങുന്നത്. അങ്ങനെ എന്തെങ്കിലും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ അതെ, കേരളത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള സഭകളാണെങ്കിൽ വലിയ രീതിയിലായിരിക്കും. അതാ കോഫി ഞാൻ അവിടെ എന്ത് ചെയ്യണം? ആരാധന ശക്തമാകണം. ആരാധന ശക്തം എവിടെല്ലാം ആരാധന ശക്തമാണോ അവിടേക്ക് ആളുകൾ വരും. വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്വതന്ത്രം ചെയ്യണം. എവിടെല്ലാം ആരാധന ശക്തമാണോ അങ്ങനെ ആരാധന ശക്തമാണെന്നല്ല ഞാൻ പറയുന്നത്, വെറുതെ അന്വേഷണം പറയുന്ന കാര്യമല്ല പറയുന്നത്. അവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു, ഐക്യതയോടുകൂടെ. ദൈവത്തെ എവിടെല്ലാം ആരാധിക്കുമോ അവിടെല്ലാം ആള് വരും. ആമേൻ. നമ്മൾ പറയുന്ന സമയത്തായിരിക്കത്തില്ല, പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വരും. ആമേൻ. സഭ വളരും. അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യകാല അനുഭവങ്ങൾ തുടരാൻ നമ്മത്തിന് സമർപ്പിച്ചു കൊടുക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അസൈൻമെന്റ് മറന്നു പോകരുത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും വായിച്ചിരിക്കണം. ഒരു ദിവസം കൊണ്ട് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. വായിക്കാൻ പറ്റുന്നിടത്തോളം വായിക്കേ. ഒരു ദിവസം കൊണ്ട് വായിച്ചെടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അടുത്ത ദിവസം പിന്നെയും വായിക്കണം. നമ്മുടെ ക്ലാസ് തുടരുന്നിടത്തോളം അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിച്ചുകൊണ്ട് വരണം. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മറുപടി അറിയാൻ പറ്റും. 2 അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും ഓടിക്കൂടി ആളുകൾ ഉണ്ടായിരുന്നു എന്നും കൂടെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആരാധനയിലേക്ക് നമുക്ക് നീങ്ങാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.